ഒന്നാമത്തെ കാര്യം നീ ഒരു തീട്ടമാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. പെട്ടെന്ന് ഡിസ്കൗണ്ട് ചെയ്ത് ഫോട്ടോ അയച്ചിട്ട് 10 സെക്കൻഡിനുള്ളിൽ വിളിക്കണം, അല്ലെങ്കിൽ പ്രശ്നം. എന്റെ എക്സിനെ എനിക്ക് ഏട്ടത്തിയമ്മന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ജോക്കി മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ ഞാൻ വേണ്ടാന്ന് വെച്ചേ. ഇത് ഞാൻ 8010ന്റെയും 8091ന്റെയും അണ്ടി കിടക്കുന്നുണ്ട്. ആശാനെ ഇപ്പൊ പഴയതുപോലല്ലോ, നമുക്ക് ഇഷ്ടംപോലെ പെൺപിള്ളേരൊക്കെ ഉണ്ട്, ഫുൾ ചിക്സിന്റെ. ജോക്കി സിറ്റിയിലല്ലേ? അറിയാനോ? ഇതുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. സിറ്റി സൈസോ മാറിട്ടോ, മാറി. കൊള്ളാം, നൈസ്. ഞാൻ സിറ്റിയിലുണ്ട്. മറന്നിട്ടീங்களா അവങ്ങള്? ബിസിസിന്റെ വാറ സർവർ സൈഡിൽ നിന്ന് എൻഡ് ചെയ്ത് ഗൈസ്. അത് പക്ഷെ അവൻ വിളിച്ചിട്ട് എന്നെ പറഞ്ഞോണ്ടിരുന്ന ബിസിസിന്റെ സിറ്റുവേഷൻ സർവർ സൈഡിൽ നിന്ന് എൻഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? കൂൾ ഡൗൺ ഒന്നും ഇല്ല, വേണേ പിടിച്ചതല്ല. ലവ് ഫ്രം MRC ബ്രോ. ലവ് ഫ്രം MRC പറയുന്ന ഹോണസ്റ്റ് ആയിട്ടാണെങ്കിൽ താങ്ക് യു സോ മച്ച്. പക്ഷെ വേറൊരു കാര്യം പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് വന്നായിരുന്നു, യൂട്യൂബിൽ ഒരു ലൈവ് വന്നായിരുന്നു. യൂട്യൂബിലെ ലൈവില് ഞാൻ എൻ്റെ RP കൊണ്ട് പുള്ളി ചെയ്ത വ്യൂസും വാച്ചിങ്ങും എല്ലാം കഴിഞ്ഞ് സ്ട്രീം അപ്ലോഡായി കഴിഞ്ഞപ്പം ഞാൻ കമന്റ് എടുത്ത് നോക്കുമ്പം കമന്റ് സെക്ഷൻ MRC തൂക്കി. കണ്ടോടാ MRCയുടെ സപ്പോർട്ട്, MRC വ്യൂവേഴ്സിനെ കണ്ട്. അതുപോലെ വന്ന് പറയാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം സന്തോഷമാണ്. അതുപോലെ ഒന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതേക്കുന്നത്. T47 ഇഷ്യൂ എന്താ? ആരാ T47 ഇഷ്യൂ? അവർക്ക് ഇഷ്യൂ വേണമെന്നായിരിക്കും. ഇഷ്യൂ ആക്കണോ? ഇപ്പൊ ഇഷ്യൂ ആക്കണോ? അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. ഈ സീസൺ കഴിഞ്ഞ് ഇനി അടുത്ത സീസൺ തുടങ്ങാം. അതെ. എടാ എന്നെ ഒന്ന് VC ഒന്ന് ഡിസ്കണക്ട് ചെയ്തടാ. നമുക്ക് ഒന്നാമത്തെ കാര്യം നീ ഒരു തീട്ടമാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. നീ നല്ല A ക്ലാസ് അടി മേടിക്കുന്നവനാ. നീ അതിന്റെ കൂടെ കളിക്കാൻ അറിയാവുന്ന പിള്ളേരെ കൊണ്ട് കണ്ട ഏപ്പരാച്ചുകളുടെ കൂടെ പോയിട്ടിരുന്ന് 1v1 കളിച്ചിട്ട് 1v1 അടിക്കുന്ന ഇതിനകത്ത് TDM അടിക്കുന്നതല്ല കാര്യം, മനസ്സിലായ? സിറ്റുവേഷൻ എടുത്ത് അടിക്കണം കഴിവുള്ളവന്മാര്. അല്ലാതെ സിറ്റുവേഷൻ എടുക്കാൻ വരുമ്പോ ഇഗ്നോർ ചെയ്ത് പോയിട്ട് TDM വന്ന് മെസ്സ് കാണിക്കണതല്ല. അത് നീ ആയോണ്ടാ, വേറെ ആരെങ്കിലും അവന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് അടിച്ചേനെ. ഡിസ്കൗണ്ട് ചെയ്താ പെട്ടെന്ന് ഫോട്ടോ അയച്ചിട്ട് 10 സെക്കൻഡിനുള്ളിൽ വിളിക്കണം, അല്ലെങ്കിൽ പ്രശ്നം. ഹലോ ജോക്കി എവിടാണ്? 2 ദിവസമായല്ലേ കണ്ടിട്ട്? ഞാനിവിടെ കാണാൻ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു ജോക്കി. ഞാൻ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. ഈ അണ്ടി ഫാക്ടറി മേടിച്ച മെഷീനകത്ത് എല്ലാം കൂടെ എലി കയറി കറണ്ട്. നീ അറിഞ്ഞ ഒരു കാര്യം പറയട്ടെ? എന്ത്? മറ്റേ എലിയില്ലേ നമ്മുടെ പുള്ളിക്കാരത്തി കുലസ്ത്രീ ആയിരുന്നു. പുള്ളിക്കാരത്തി ഇപ്പൊ സംഭവം തരുമോ? പുള്ളിക്കാരി ഈ നര തെളിഞ്ഞ കിളവിയായോണ്ടേ ഈ പയ്യന്മാരെ കിട്ടാത്തോണ്ട് പുള്ളിക്കാരി പുതിയ ഇറങ്ങിയ ട്രെൻഡ് എത്തുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ കാല് കഴുകി വെള്ളം കുടിക്കുക, മറ്റേ ആണുങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുക. നിന്നെ അന്വേഷിച്ചായിരുന്നു കേട്ടോ. വെള്ളം കുടിക്കാനാ? അല്ല, അവക്ക് എന്ത് താല്പര്യമുള്ളൂ. എന്റെ അടുത്തോ? എന്റെ അടുത്ത് ഞാൻ പിന്നെ അല്ലല്ല ഞാൻ അങ്ങനെ പോകും. നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? നമ്മള് പോത്തില്ലല്ലോ, ഞാനങ്ങ് വിട്ടുന്നേ. പിന്നെ ഗർഭാശാസം വന്നിട്ടുണ്ട് കേട്ടോ ജോക്കി. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ എക്സിനെ എനിക്ക് ഏട്ടത്തിയമ്മന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ജോക്കി മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ ഞാൻ വേണ്ടാന്ന് വെച്ചേ. അല്ലെങ്കിൽ തന്നെ അത്രയും വലിയ ഏപ്പഴാക്കി ജോക്കി കെട്ടു. പിന്നെ എന്റെ പട്ടി കിട്ടും. എടാ ലോകം അവസാനിച്ചിട്ട് അവസാനം സുമതി അമ്മായി മാത്രം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോ അവരെ കെട്ടിന്ന് വരും. പക്ഷെ ഈ പെണ്ണുമ്പിള്ളെ ഞാൻ കെട്ടൂല.
മനസ്സിലായോ എനിക്ക്? അത് ഞാനും എടുത്ത തീരുമാനമല്ലേ ജോക്കി. അത്രേ ഉള്ളൂ, അതിനകത്തൊന്നും വേറെ മാറ്റമൊന്നുമില്ല. ഗർഭാസി ചാശം വന്നിട്ടുണ്ട് കേട്ടോ. ആശ വന്നിട്ടുണ്ടോ? ആശാനോട് ആശാന്റെ നമ്പർ ഉണ്ടോ കയ്യില്? ആശാന്റെ നമ്പർ ഇല്ല കയ്യില്. ഞാൻ സ്പീക്കർ ഇടാ ഇങ്ങനെ ഇവിടെ പോയി ഇങ്ങനെ ഇവിടെ ആശാന വിടറേ ഇരിക്കുന്നുണ്ട്. എവിടെ താഴെയോ? ഒരു മിനിറ്റ് ഇത് ഇതല്ലേ എന്തൊരു കമ്പാരിസൺ ആണ് സത്യമാണ്. നീ ആശാനെ കണ്ടോ പാപ്പ? LX ആണ് അവന് VC-ലായോണ്ടാടാ വരാൻ. ഞാൻ VC-ല ഞാൻ ഇന്ന് RP കയറി. ഞാൻ സത്യം പറയുന്ന RP കയറാതെ ഞാൻ ഇത് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചാണ്. പരിപാടി ഇങ്ങനെ ഇത് സംസാരിച്ച് ഒറ്റയ്ക്ക് സംസാരിച്ച് പിച്ചും പേയൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടാ. എടാ ഹലോ. ഹലോ, നീ മറ്റേ പോലീസ് സ്റ്റേഷൻ ഇല്ലയോ? എവിടെ? പോലീസ് സ്റ്റേഷൻ പോസ്റ്റൽ കോഡ് പറ. ഇവിടെ കൊറേ പോലീസ് സ്റ്റേഷൻ ഉണ്ട് നോക്കി. ഇത് ഞാൻ 8010ന്റെയും 8091ന്റെയും അണ്ടി ഇടയ്ക്കുണ്ട്. 8010ന്റെയും 8091ന്റെയും അണ്ടിയുടെ ഇടയ്ക്കുണ്ട്. അതെങ്ങനെ 8010 8091 ഒരുമിച്ച് വരുന്നേ? 8010ന്റെ ഓപ്പോസിറ്റ് ആണ് 8091. ഓക്കെ, 8010. ഇല്ലില്ല, ആശാനെ അവോയ്ഡ് ചെയ്തില്ല. വാസു വിളിച്ചായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് നിക്കേ. നിങ്ങളുടെ കമന്റ് എല്ലാം പോയി. എനിക്ക് കമന്റ് വർക്കാവുന്നുണ്ട്. ഇല്ലില്ല, ഞാൻ ഫോൺ വന്നേല്ലേ. വാസു വിളിച്ച് കോളിലുണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ടാ. നിങ്ങളൊന്ന് സ്പീക്കർ സംസാരിച്ചേ. എടാ വാസു, ഗർഭസാശം പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേറ് വണ്ടി കേറ്. ഇല്ല, ആശാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ആശാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ആശാൻ വേറെ ഫോണിലാണ്. ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ 810ന്റെ 891ന്റെ ഇടയ്ക്കുള്ള റോഡിലുണ്ട്. എടാ 810 അല്ല, 8010. 8010 മാർക്ക് ചെയ്തേക്കുന്നത്. അതാ വരുന്നത്. എന്താ ലേറ്റ് ആയത്? ഹലോ ഓർമ്മയുണ്ടോ? പിന്നെ സുഖല്ലേ? ഹലോ ഹലോ, ഓർമ്മയുണ്ട്. സുഖല്ലേ? നന്നായിട്ട് നല്ല വിശേഷം. നന്നായിട്ടിരിക്കുന്നു. ഞാന് 7039. 7039. പക്ഷെ പൊക്കോണ്ടിരിക്കുക. ഞാനിപ്പോ 7038 7037 7035 ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പൊക്കോണ്ടേ ഇരിക്കുക. ഹലോ, അവനെ എന്റെ മച്ചമ്പിയെ പോലെയാണ് അവൻ എന്നെ വിളിച്ചിട്ട് ഓരോന്ന് ചോദിക്കണത്. ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ആരോ ഇതെന്താ 2 മാർക്ക് കിടക്കുന്നത്? നീ 1 മാർക്ക് കിട്ടോ? ഒരു മാർക്ക് എങ്ങോട്ടാ? ടീമിലോട്ടാണോ? അല്ല, ഇവിടെ 8010ന്റെ എവിടെയാണെന്നാണ് ജോക്കി പറഞ്ഞത്. ഞാനായിട്ടായിരുന്നേ. ഞാൻ എന്റെ ഫ്രീ കാർഡിൽ അവിടം വരെ എത്തിയപ്പോഴത്തേക്ക് കണ്ടാ താഴെ. ഇത് പോലീസുണ്ട് നമ്മള്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലില്ല, കൊണ്ടുപോയി 3 ദിവസം കിട്ടൂലേ, 3-4 ദിവസം കിട്ടൂല. അവിടെ സേവ് ചെയ്യണം. എവിടെ കൊണ്ട് സേവ് ചെയ്യണം? അവിടെ നിൽക്കുന്നതല്ല കണ്ടോ, അവിടെ സേവ് ചെയ്യാം. ജോക്സ് പറയൂ. ഞാനിവിടെ മര്യാദക്ക് സിറ്റിക്കാർ ജീവിക്കുന്ന മനുഷ്യൻ. എനിക്ക് കാര്യം ഒന്ന് പറഞ്ഞത് മൊത്തം കേൾക്കണം. അങ്ങോട്ടൊന്ന് മാറ്റി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോക്കിയുടെ സൗണ്ട് ഭയങ്കര കുറവ് കേട്ടോ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. ഞാൻ മര്യാദക്ക് സിറ്റി ജീവിച്ചോണ്ടാണ് ആശം വരുന്നത് കേട്ടോ. ഊർച്ചയായിട്ട് ഇനി ആശാനെ കൂടെ നിർത്തിക്കൊണ്ടെങ്കിൽ എനിക്ക് സുഖം. അവനെന്ത് സൂപ്പർ ആശാനെ ഇപ്പൊ പഴയതുപോലല്ലോ. നമുക്ക് ഇഷ്ടംപോലെ പെമ്പിള്ളേരൊക്കെ ഉണ്ട്. ഫുൾ ചിക്സിന്റെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ പറ്റത്തില്ല. അതിനാണ് ബാക്കിൽ തന്നെ ഓടി വന്ന എന്റെ വേറൊരു വണ്ടിക്കാരന് വെച്ചിട്ട് സൗണ്ടിന് ഒരു ഗാംഭീര്യമൊക്കെ വന്നല്ലോ. സമാധാനായി.
ബ്രോ കണ്ണു കണ്ടൂടെ എന്റെ മസ്താങ്ങിലാണ് കൊണ്ടിടിച്ചത്. അല്ല വന്ന് നാരദ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്റെ കൈമില് തോക്ക് വന്ന്. ഹലോ ഹലോ ആ. ഹലോ ആ ഹലോ ഹലോ ഏത് വസ്തുവിന് വരാ എന്തുവാടാ പറയുന്നത്? ഹലോ ഹലാ ഹലോ ഹലോ കഞ്ചാവോ? കഞ്ചാവാണോ? ആ അപ്പൊ കെട്ടിറങ്ങിട്ട് വാ ബ്രോ. അങ്ങനെയല്ല ചോദിച്ചേ, ആ? കുഞ്ചു കഞ്ചാവ് കുഞ്ചു കഞ്ചാവ് ചിഞ്ചു. ആ, കുഞ്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല. അതിന് നോക്ക്. നമുക്കറിയില്ല. നമുക്കറിയില്ല മിസ്റ്റർ തൂമ്പക്കണ്ണൻ കം കം ഐ വിൽ നമുക്കുണ്ടെന്ന്. വരൂ ആ, നമുക്ക് നമ്മളത്തരത്തിലുള്ള ആളല്ല നമ്മളെത്തരത്തിലുള്ള ആൾക്കാരല്ല ബ്രോ. നമ്മുടെ ബിവറേജസിൽ വെക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊ കിട്ടോ കിട്ടോ. പിന്നെ കേറി പിടിച്ചു പോലീസ് അല്ല അല്ല ഇത് ഞാൻ പറയട്ടെ. ജോക്കി ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ നിന്നാ ഇങ്ങനെ ആൾക്കാർ വന്ന് പൊതിഞ്ഞോണ്ടിരിക്കും. നമുക്ക് എങ്ങോട്ടേലും വാ, നമുക്ക് എങ്ങോട്ടേലും വേണം. അത് ജെൻസി പിള്ളേരടക്കം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവ്. ഒന്നും പറഞ്ഞ ഒരു പ്രായത്തിന്റെ കാര്യം പറയാം ആശാനെ. ഞാനല്ല ഈ ബാഗി പാന്റ്, ഇത് സുമതിയമ്മയുടെ പാവാടയാ. ഞാൻ അത് കൂടെ വെട്ടി തയ്ച്ചൊരു പോക്കറ്റൊക്കെ ഇട്ട് പട്ടീന്റെ വാലിന് വരെ ബാഗി പാൻറ്റാ. ഞാനിനി മാറ്റുന്നു. ഞാനിത് ഇട്ടില്ല പുല്ല്. നിങ്ങള് ബാഗ് ഇട്ടേക്കണല്ലേ. ഇതൊക്കെ ഇനി ചെയ്യാനുള്ളൂ, മനസ്സിലായ? ഈ ജെൻസി പിള്ളേരൊക്കെ പിടിച്ചിരിക്കട്ടെ. ഞാനിത് കാണുന്നില്ല. പക്ഷെ ഈ ബാഗിലൊരു പ്രശ്നം, അടി കൂട്ടി വെച്ച ബാഗാണ്. ഇതിന്റെ ബ്രാൻഡ് നോക്കിയാണ്ട് ബാക്കിൽ കാണാൻ പറ്റും. അച്ഛനെ ചന്തി ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ചന്തയല്ല ബാഗിടാ, ബാഗ്. ബാഗോ? ഓ സഞ്ചി എന്നാണോ പറഞ്ഞത്? ഞാൻ ചന്തി എന്നാ കേട്ടത്. സഞ്ചി ആശാൻ എങ്ങനെ ലുക്കായി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാ. ഞാൻ പണ്ടേ ലുക്ക് തന്നെയല്ലേ. പിന്നെ ആശാനെ ഉള്ള കാര്യം ഞാൻ പറയാം, ഈ സഞ്ചി കൊട്ടാണെന്ന് ഇവിടെ പറയരുത് കേട്ടോ, എനിക്ക് ദേഷ്യം വരുവേ. അല്ല സഞ്ചിക്ക് പിന്നെ സഞ്ചി എന്നല്ലേ പറയണ്ടേ. ഒരാളെ തോളത്ത് രണ്ടുപേരും തോളത്ത് വെച്ച് വണ്ടിക്കത്തില്ലേ വാ. എടീ നമ്മുടെ അപ്പാപ്പൻ അങ്ങനെ കൂടെ ഒന്ന് കേൾക്കണമല്ലോ. ഏതപ്പാപ്പൻ? ഓ ജോഡിപ്പാപ്പനെ കേട്ടോ. എന്നാ നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി ഫോർ സീറ്റർ എടുത്തിട്ട് എടുത്തിട്ട് വരാം. പെട്രോൾ തരാം. ഇല്ലില്ല തോളത്ത് കയറ്റാൻ പറ്റൂല. ഇവിടെ ഗറാജ് ഇല്ല അടുത്തൊന്നും. മുതുക്കി പോണോ? പണിയൊന്നുമില്ലടാ നാരദ. ആ ഇതോ ഗറാജ് അല്ലേ പറഞ്ഞ പോലെ. ഇവിടെ ഉണ്ടല്ലോ തൊട്ടടുത്ത്. ഞാൻ മാർക്ക് ചെയ്ത ഇവിടെ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ വണ്ടി എടുക്കുന്നത്. പീഡിയിലുണ്ട്. ആ പീഡിയിലെടുക്കാം. പീഡിയിൽ എവിടെ എടുക്കുക? ഇത് സേവ് ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണോ സാധനം? ആ ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. പീഡിയിൽ എടുക്കാൻ പറ്റുമോ? സ്റ്റോർ വെഹിക്കിൾ. ആ ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മൾക്ക് ഏത് വണ്ടി എടുക്കണം? കൊമ്പൻ എടുക്കാം. അയ്യോ നമ്മുടെ കയ്യിൽ ബ്രോങ്കോ ഉണ്ടല്ലോ പറഞ്ഞ പോലെ. ഇത് നമ്മൾ എടുക്കാറില്ല ഇപ്പൊ. ബ്രോങ്കോ ഒരു ജിംനി പോലെ ആയില്ല ഗൈസ്, സത്യം പറ. നിങ്ങൾക്ക് ഒരു ജിംനിയുടെ തോന്നുന്നു, എനിക്ക് ജിംനി പോലെ ഇരിക്കണത് ഇപ്പൊ. വാ കേറ് ഒരു മിനിറ്റ്.